ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ദീർഘകാലമായി ശുശ്രൂഷ ചെയ്തിരുന്ന ബ്രദർ ജോയിക്കുട്ടി തന്റെ സ്വർഗീയ സമ്മാനത്തിനായി ദൈവസന്നിധിയിലേക്ക് യാത്രയായി. തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ കോവിഡാനന്തര ചികിത്സയിലായിരിക്കവേ ഇന്ന് രാവിലെ 8:30 ജോയിക്കുട്ടി ബ്രദറിന്റെ ഈ ലോക ജീവിതത്തിന് അന്ത്യം സംഭവിച്ചത്. ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പിലച്ഛന്റെയും പനക്കലച്ഛന്റെയും മറ്റു വൈദികരുടെയും കൂടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ സ്റ്റേജിൽ ബ്രദർ ജോയിക്കുട്ടി അനേകം വർഷങ്ങളായി വചന ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. നാട്ടിൽ നിന്ന് പോട്ട ആശ്രമത്തിലേക്ക് ധ്യാനത്തിന് ആളുകളെ കൊണ്ടുവരുന്ന വണ്ടിയിൽ ആദ്യദിന പ്രാർത്ഥന ശുശ്രൂഷയ്ക്കായി പോട്ട ആശ്രമത്തിലേക്ക് വന്ന ബ്രദർ ജോയിക്കുട്ടി പിന്നീട് സ്ഥിരമായി ധ്യാനങ്ങളിൽ പങ്കെടുക്കുവാൻ പോട്ട ആശ്രമത്തിൽ വരുവാനും അങ്ങനെ ആത്മീയമായ പ്രാർത്ഥനാ അനുഭവങ്ങളിലേക്ക് ആഴപ്പെടുകയുമായിരുന്നു. ആദ്യകാലങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങി വചനചിന്തകൾ പങ്കുവയ്ക്കാൻ ലഭിച്ച ചെറുതും വലുതുമായ എല്ലാ അവസരങ്ങളും ദൈവമഹത്വത്തിനായി ബ്രദർ ഉപയോഗിച്ചു. മദർ തെരേസ ചെയ്ത പല ശുശ്രൂഷകളും സ്വന്തം ജീവിതത്തിലൂടെ ചെയ്തിട്ടുള്ള വചനപ്രഘോഷകനാണ് ബ്രദർ ജോയിക്കുട്ടി. തങ്ങളുടെ മുമ്പിൽ സഹായം ആവശ്യപ്പെട്ടു വരുന്നവരെ നിരാശരാക്കി അദ്ദേഹം ഒരിക്കലും മടക്കി വിട്ടിരുന്നില്ല. ഭാര്യ നന്ദിനിയും നിരവധി പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു വിടുവാനും അവരുടെ വിവാഹ ചെലവിനായുള്ള പണം കണ്ടെത്തുവാൻ പലരോടും ചോദിക്കുകയും അതിലൂടെ ലഭിക്കുന്ന തുക കൊണ്ട് പലരുടെയും വിവാഹം നടത്തുവാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർത്തും അനാഥരും ആരും സഹായിക്കുവാനില്ലാത്തതും പ്രത്യേകിച്ച് പ്രസവത്തോടനുബന്ധിച്ച് ആരും നോക്കാനില്ലാത്ത സ്ത്രീകളെ അടക്കം സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷ ബ്രദർ ജോയിക്കുട്ടിയും ഭാര്യ നന്ദിനിയും ചേർന്ന് ചെയ്തിട്ടുണ്ട്. തന്റെ ശുശ്രൂഷകളെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്ത ബ്രദറിന്റെ വിയോഗം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിനും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിൽ പങ്കാളികളായിട്ടുള്ള ആയിരക്കണക്കിന് പേർക്ക് എന്നും ദുഃഖമുളവാക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം.